പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദിയോടെ ഒരു ചെറുപ്പസമയം ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞു. ആരും വെറുതെ നിൽക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ മേലുണ്ടെങ്കിൽ ഞാൻ സ്തുതി പറയിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്തുതിച്ചു തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഞാൻ ആരാധിക്കുവാൻ നിങ്ങളെ നയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരാധിച്ചു തുടങ്ങും. അഭിഷേകത്തിന്റെ നാമ്പുകൾ പകൽക്കാലം ചലിക്കട്ടെ. അതിനെ വിളിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവി, പണ്ടയുള്ള കഥകളെ ഉയർന്നെടുപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാൻ ബലവാനും യുദ്ധവീരനുമായ യഹോവ തന്നെ. കർത്താവ് വാതിൽക്ക് വന്ന് നിൽക്കുകയല്ല, ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. കായിന്റെ വഴിയല്ല. ഹല്ലേലൂയ. ബിലയാമിന്റെ കൂലി ചോദിക്കലല്ല, കോരഹിന്റെ മത്സരമല്ല സഭയിൽ വേണ്ടത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ മാർഗമാണ് എന്റെ മാർഗം എന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി കർത്താവിനെ സ്തുതിച്ച് നന്ദിയോടെ അല്പസമയം ഏൽപ്പിച്ചു കൊടുത്തേ. പാട്ടിന്റെ അവസാനം മാത്രം ദൈവത്തെ ആരാധിക്കുന്ന രീതിയല്ല. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്ന മകനായിരുന്നു. അതുകൊണ്ട് സകല മുഴുവൻ കാലം വളർന്ന നാമത്തെ നന്ദിയോടെ ആദരങ്ങളെ തുറന്നു വിളിച്ചു പറഞ്ഞേ, ഞാൻ ആശ്രയിക്കുന്ന എന്റെ യഹോവ എന്നെ കൈവിടുന്ന ദൈവമല്ല. ഞാൻ ആശ്രയിക്കുന്ന യഹോവ എന്നെ പുലർത്തുന്ന ദൈവമാണ്. എന്നെ വഴി നടത്തുന്ന ദൈവമാണ്. എനിക്ക് വേണ്ടുന്ന വഴിയെ കാണിച്ചു തരുന്ന ദൈവമാണ്. കരം തട്ടുവാൻ കഴിയുന്നവർ കരം തട്ടി, നൃത്തം ചെയ്യുവാൻ കഴിയുന്ന നൃത്തം ചെയ്ത് സന്തോഷത്തോടെ തട്ടി വന്നേ. യഹോവയെ കാണട്ടെ. നന്ദിയോടെ യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചിട. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിട യേശുവിനെ ക്രൂശിലെ ജയാളി സ്തുതിച്ചിട. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. Yes.
പറഞ്ഞാൽ എനിക്കൊരു അത്യാഗ്രഹമില്ല. എന്റെ കർത്താവ് തരുന്നത് മതി എനിക്ക്. ഇതുവരെ കൊണ്ടുവന്ന അപ്പന്റെ കൃപയും കരുണയുമാണ്. വഴിയിലും വാടിപ്പോകുവാൻ സമ്മതിക്കാത്ത നല്ലൊരു പിതാവ് എനിക്കുണ്ട്. അതുകൊണ്ട് ലോകങ്ങളുടെ ഭയം എനിക്കില്ല. എന്നെ ശത്രു തകർക്കുവാൻ നോക്കുമ്പോൾ ആയുസ്സോടെ എന്നെ ജീവിപ്പിച്ചൊരു നല്ല പിതാവ് ഉയരത്തിലുണ്ട്. ആ കരമത് ഉയർത്തി പിടിച്ച് വചനം പറയുകയാണ്, പെറ്റ തള്ളത്തിന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ലോകത്തൊരമ്മയും താൻ പെറ്റ തന്റെ കുഞ്ഞിനെ മറക്കുകയില്ല. ലോകത്തൊരു കുഞ്ഞിനെയും തന്റെ അപ്പന് മക്കളോട് കർമ്മ തോന്നുന്നതുപോലെ അത് വേറെ ആർക്കും തോന്നുകയില്ല എന്ന് എന്റെ കർത്താവ് പറയുക. പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ സ്നേഹം അനുഭവിക്കുന്ന ഹൃദയത്തിലൂടെ കൈ പിടിച്ച് കരം ചേർത്ത് പിടിച്ച് അപ്പ എന്നെ എന്റെ കുടുംബത്തിൽ ഇതുവരെ കൊണ്ടുവരുക, തലമുറയെ കൊണ്ടുവരുവാൻ ഞാൻ ആരാധിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും പാടുന്നുണ്ട്. എന്നാൽ എന്റെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും? ഹൃദയത്തിനകത്ത് എന്റെ കർത്താവിന് വേണ്ടി എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുക. എത്ര രോഗങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, കണ്ണുകൾ വരട്ടെ, അപ്പന്റെ കൂടെയുള്ളത്തോളം കാലം ഞാൻ വീട് പോകുകയില്ല, ഞാൻ പെട്ടുപോകുകയില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മത്സരത്തിന് സഭയിൽ വേണ്ട കായിന്റെ വഴിയല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹാലിക്കോരഹിന്റെ മത്സരമല്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ക്രിസ്തുവിന്റെ മാർഗത്തിൽ ഇതുവരെ നടത്തിയതും കൊണ്ടുവന്നതിന്റെ കർത്താവിന്റെ കരുണയാണ് വിശ്വസിച്ച് ആ സത്യത്തിന്റെ പാതയിൽ നടക്കുക, ഏകാത്മാവിനെ നടക്കുക. ദൈവം നമ്മൾ ഇടയാക്കട്ടെ. എല്ലാവരും കരം കരുതി വിളിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനല്ല കർത്താവ് ചില ഭാഗ്യത്തെ നന്ദി പറയുന്നു. അനേകായിരങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കൂട്ടുകാർക്കിടയിലും ചാർച്ചക്കാർക്കിടയിലും ബന്ധുമിത്രാദികൾക്കിടയിലും എന്റെ അപ്പനെ സാക്ഷീകരിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ചെയ്ത വലിയ ഭാഗ്യ പദവികൾ നന്ദി പറയുക. കർത്താവെ, രോഗങ്ങൾ കടന്നു വന്നതിന് മധ്യമുണ്ട്, ഭയത്തിന്റെ ആത്മാവിനാൽ കടന്നു വന്നതിന് മധ്യമുണ്ട്. കർത്താവ് പഠനങ്ങൾ ഭാരം അനുഭവങ്ങൾ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും, അവൻ നിന്നെ നടത്തും. ഏത് ഭാരമാണെങ്കിലും എന്റെ കർത്താവിന് മാറ്റും. അതൊരു സെക്കൻഡ് ദൈവമേ, പ്രാർത്ഥിക്കുന്ന വിശേഷ മറുപടി നൽകുന്ന പിതാവ് അങ്ങല്ലാതെ ദൈവം ഞങ്ങൾക്കില്ല. ഇതുവരെ നടത്തിയത്, ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നത്, ഞങ്ങളുടെ തലമുറയെ നടത്തിയത്, ഞങ്ങളുടെ സമസ്തരായ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എങ്കിലും എന്നെ നടത്തിയ കൃപയാണ്, അപ്പന്റെ കരുണയാണ്. നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം, മറുപടി നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരം ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.